ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് കൂടുതൽ മന്ത്രിമാർ ഉണ്ടായേക്കും. ജില്ലയിൽ മത്സരിച്ച 4 സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ച സാഹചര്യത്തിലാണിത്. 2011 2 സീറ്റുകളിൽ മാത്രം വിജയിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചിരുന്നു. നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആര്യാടൻ മുഹമ്മദും വണ്ടൂരിനെ പ്രതിനിധീകരിച്ച് AP അനിൽകുമാറും അക്കാലത്ത് മന്ത്രിമാരായി. ഇത്തവണ നിലവിൽ നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങൾ നിലനിർത്തിയതിന് പുറമെ CPM മണ്ഡലമായ തവനൂരും പൊന്നാനിയും പിടിച്ചെടുക്കുകയും ചെയ്തു. സംസ്ഥാന ചരിത്രത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. 54,851 വോട്ടുകൾക്കായിരുന്നു തുടർ വിജയം. നിലമ്പൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. 4 തവണ ആര്യാടൻ മുഹമ്മദ് ഈ മണ്ഡലത്തിൽ നിന്നും മന്ത്രിയായിട്ടുണ്ട്. അതിനാൽ ആര്യാടൻ ഷൗക്കത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള സൂചനകൾ. വണ്ടൂർ MLAയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ AP അനിൽകുമാർ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. വയനാട്ടിൽ നിന്ന് ഉഷാ വിജയൻ, IC ബാലകൃഷ്ണൻ എന്നിവരിൽ നിന്ന് ഒരാളെ പരിഗണിച്ചാൽ അഡ്വക്കേറ്റ് സിദ്ദീഖിന്റെ സാധ്യത മങ്ങും. ഇത് ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്തായാലും മലപ്പുറം ജില്ലയിൽ നിന്ന് ഇക്കുറി 2 കോൺഗ്രസ് MLAമാർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. അതേസമയം CPMന്റെ കുത്തക സീറ്റുകളിലൊന്നായ തവനൂരും പൊന്നാനിയും ഇക്കുറി കോൺഗ്രസ് പിടിച്ചെടുത്തതും ജില്ലയിലെ കോൺഗ്രസിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. വിഷൻ, നിലമ്പൂർ. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോൾ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just reach, we inspire. Fatima Arts and Science College, മൂത്തേടം, എടക്കര, നിലമ്പൂർ.